Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി റദ്ദാക്കി UDF സർക്കാർ. സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുന്നതോടൊപ്പം പദ്ധതിയുടെ അതിരടയാളങ്ങൾ നിശ്ചയിക്കുന്ന മഞ്ഞക്കുറ്റികൾ അടിയന്തരമായി നീക്കം ചെയ്യാനും ഉത്തരവ്. ഇത് സംബന്ധിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വലിയ ജനകീയ പ്രതിരോധങ്ങൾക്കും രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്കും വഴിവെച്ച വിവാദ സിൽവർ ലൈൻ പദ്ധതി പുതിയ UDF സർക്കാർ പൂർണ്ണമായി റദ്ദാക്കി. ബുധനാഴ്ച ചേർന്ന സുപ്രധാന മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഈ വലിയ പ്രഖ്യാപനം നടത്തിയത്. പദ്ധതിക്കായി സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ പുറപ്പെടുവിച്ചിരുന്ന എല്ലാത്തരം ഔദ്യോഗിക ഉത്തരവുകളും വിജ്ഞാപനങ്ങളും പുതിയ മന്ത്രിസഭ പൂർണ്ണമായി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവിധ ക്രിമിനൽ കേസുകളും അടിയന്തരമായി റദ്ദാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരയിൽ പദ്ധതിയുടെ അതിരടയാളങ്ങൾ നിശ്ചയിക്കുന്നതിനായി ജനങ്ങളുടെ പുരയിടങ്ങളിലും കൃഷിയിടങ്ങളിലും സ്ഥാപിച്ച കോൺക്രീറ്റ് മഞ്ഞക്കുറ്റികൾ സംസ്ഥാനത്തുടനീളം അടിയന്തരമായി നീക്കം ചെയ്യാനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനവികാരം മാനിച്ചുകൊണ്ടുള്ള പുതിയ സർക്കാരിന്റെ ഈ പ്രഖ്യാപനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് നടപ്പാക്കാൻ തുനിഞ്ഞ സിൽവർ ലൈൻ പദ്ധതി പുതിയ UDF സർക്കാർ ഔദ്യോഗികമായി റദ്ദാക്കിയതോടെ സമരസമിതിക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ആശ്വാസം. പദ്ധതിക്കെതിരെ വർഷങ്ങളായി തെരുവിലും കോടതിയിലും ഒരേപോലെ പോരാടിയ പരിസ്ഥിതി പ്രവർത്തകരും പ്രാദേശിക സമരസമിതികളും ഈ തീരുമാനത്തെ ജനകീയ പ്രതിരോധത്തിന്റെ വൻ വിജയമായാണ് വിലയിരുത്തുന്നത്. കേരയിൽ പദ്ധതി റദ്ദാക്കി ഉത്തരവിറങ്ങിയതോടെ ആശ്വാസത്തിലാണ് ഇതിനെതിരെ സമരം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും. തങ്ങളുടെ പുരയിടങ്ങളിൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചപ്പോൾ മുതൽ കണ്ണീരോടെ തെരുവിലിറങ്ങിയ സാധാരണക്കാരുടെ വലിയ വിജയമാണിതെന്ന് പ്രാദേശിക സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ കേരളം നേരിടേണ്ടി വരുമായിരുന്ന കടുത്ത പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകിയ പരിസ്ഥിതി പ്രവർത്തകർ സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിയും വലിയ തോതിൽ കരിങ്കല്ലും മണ്ണും ഖനനം ചെയ്തും നടപ്പാക്കേണ്ടിയിരുന്ന പദ്ധതി കേരളത്തെ മറ്റൊരു പ്രകൃതി ദുരന്തത്തിലേക്ക് തള്ളിവിടുമായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ വളരെ സന്തോഷത്തോടുകൂടിയാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ അതിനെതിരെ സമരം ചെയ്ത നാട്ടുകാരും സ്വാഗതം ചെയ്യുന്നത്. കാരണം അവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുക, അതേസമയം ഈ മഞ്ഞക്കുറ്റികൾ പൂർണ്ണമായും പിഴുതുമാറ്റുക, അതേപോലെ തന്നെ വിജ്ഞാപനം റദ്ദാക്കുക, ഇത് മൂന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 4-5 കൊല്ലമായി നടത്തുന്ന സമരത്തിന് സർക്കാർ അനുകൂലമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. വീടും ജീവനോപാധികളും നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ പ്രഖ്യാപനം നൽകുന്ന ആശ്വാസം ചെറുതല്ല. കടക്കണിയിലാകുമെന്നും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുമെന്നും ഭയന്ന വലിയൊരു ജനവിഭാഗം സർക്കാരിന്റെ ഉത്തരവിനെ ആശ്വാസത്തോടെയാണ് വരവേറ്റത്. ജനവികാരം മാനിക്കാതെയും പരിസ്ഥിതി ആഘാതങ്ങൾ പഠിക്കാതെയും കൊണ്ടുവരുന്ന വികസന മാതൃകകൾക്ക് കേരള മണ്ണിൽ സ്ഥാനമില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരയിൽ കോർപ്പറേഷന്റെ സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഔദ്യോഗികമായി റദ്ദാക്കിയതോടെ മാടായിപ്പാറയിൽ ബാക്കിയായ മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റി സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകർ. KP ചന്ദ്രാംഗതൻ, AP ബദറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മഞ്ഞക്കുറ്റികൾ പിഴുതെറിഞ്ഞത്.
പിണറായി സർക്കാർ പ്രഖ്യാപിച്ച കേരയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്ന് ട്രാക്കിന്റെ സർവേ അലൈൻമെന്റ് നടത്തി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ സംസ്ഥാന വ്യാപകമായി പിഴുതുമാറ്റി. സംസ്ഥാന സിൽവർ ലൈൻ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിൽ സമരകാലത്ത് തന്നെ കുറ്റികൾ പിഴുതുമാറ്റിയതിനു ശേഷം ബാക്കിയായവ സമരസമിതി പ്രവർത്തകർ ഇന്ന് നീക്കം ചെയ്തു. സിൽവർ ലൈൻ വിരുദ്ധ സമിതി കണ്ണൂർ ജില്ലാ ചെയർമാൻ AP ബദറുദ്ദീന്റെ നേതൃത്വത്തിൽ സമരസമിതി പ്രവർത്തകർ ഒത്തുകൂടി പഴയങ്ങാടി ടൗണിനടുത്തുള്ള മാടായിപ്പള്ളി ശ്മശാനപ്പറമ്പിലെ 2002 നവംബർ മാസം സ്ഥാപിച്ച കുറ്റികളാണ് ഇന്ന് പിഴുതുമാറ്റിയത്. മറ്റ് സ്ഥലങ്ങളിലുള്ളവ 2 ദിവസത്തിനുള്ളിൽ തന്നെ നീക്കം ചെയ്യുമെന്ന് സംസ്ഥാന സമിതി അംഗം KP ചന്ദ്രാംഗതൻ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സമ്മതം കൊടുക്കാത്തതുകൊണ്ട് 2 കൊല്ലമായി ഇത് നിശ്ചലമായി കിടക്കുകയായിരുന്നു. ഇന്ന് ഔദ്യോഗികമായി പരിവേഷം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഔദ്യോഗികമായി ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഔപചാരികമായ പ്രഖ്യാപനമാണ്. 2 കൊല്ലമായി ഇതിന് യാതൊരു നടപടിയുമില്ല. സർക്കാർ തന്നെ മാനസികമായി ഇത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഔദ്യോഗികമായും ഒരു കാരണവശാലും നിയമപരമായും ഇതുകൊണ്ട് കളിക്കാൻ കഴിയില്ല സർക്കാരിന് എന്നുള്ള നിലക്കുള്ള പ്രഖ്യാപനമാണ് ഇന്ന് നടത്തിയത്. അതിൻ്റെ ഒരു പ്രതീകാത്മകമായി നമ്മൾ സമരസമിതിയുള്ള പ്രവർത്തകന്മാർ ഇന്ന് ഈ മഞ്ഞക്കുറ്റി പിടിച്ചുകൊണ്ട് ഇത് ഇന്ന് ഉദ്ഘാടനം നടത്തുകയാണ്. ബഹുമാനപ്പെട്ട VD സതീശൻ നമ്മുടെ ഈ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ കാസർഗോഡും സമരപരിപാടിയിൽ പങ്കെടുത്ത് ഇതിനേറെ ആഭിമുഖ്യം പ്രകടിപ്പിച്ച ഒരു ബഹുമാന്യനായ വ്യക്തിത്വമാണ് VD സതീശൻ. ആ VD സതീശൻ പറഞ്ഞു, നാളെ നടക്കുന്ന ക്യാബിനറ്റിൽ, അതേസമയം ഇന്ന് നടക്കുന്ന ക്യാബിനറ്റിൽ ഒരു പ്രധാന അജണ്ടയായി സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സമരസമിതിക്കാരോട് നടത്തിയ ആ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വന്ന ഈ VD സതീശൻ്റെ സർക്കാരിന് 1000 അഭിവാദ്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾ അർപ്പിക്കുകയാണ്. മാടായിപ്പാറയിൽ 2.5 കിലോമീറ്റർ നീളത്തിലും 25 മീറ്റർ ആഴത്തിലും ഗർത്തമുണ്ടാക്കി അതിനടിയിൽ കൂടെ സിൽവർ ലൈൻ ട്രാക്ക് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിരടയാളം എന്ന നിലയിൽ കുറ്റികൾ സ്ഥാപിച്ചത്. സമരകാലത്ത് 2023 ഓഗസ്റ്റ് മാസം തന്നെ കുറെയെണ്ണം നീക്കം ചെയ്ത് പ്രതീകാത്മകമായി റീത്ത് വെച്ചിരുന്നു. KP ചന്ദ്രാംഗതൻ അധ്യക്ഷത വഹിച്ചു. AV രാജേന്ദ്രൻ, പട്ടേരി രാമചന്ദ്രൻ, VV ചന്ദ്രൻ, പാറയിൽ കൃഷ്ണൻ, B സൽമ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B സത്യഭാമയെ DYFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി പരാതി. ബുധനാഴ്ച രാവിലെയാണ് DYFI സമരവുമായി പ്രസിഡന്റിന്റെ ക്യാബിനിലെത്തിയത്. പ്രസിഡന്റിനെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MCFിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു DYFI പ്രവർത്തകർ മാടായി ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിയത്. മുദ്രാവാക്യം വിളിച്ച് പ്രസിഡന്റിന്റെ ക്യാബിനിൽ എത്തിയ DYFI പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് പ്രസിഡന്റ് B സത്യഭാമ പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് നമ്മുടെ MCFിൻ്റെ പ്രശ്നമാണെന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നെ നമ്മുടെ പ്രൈവറ്റ് കമ്പനിക്കും അത് കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് അത് എടുത്തിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നെ അധികം അങ്ങോട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അവരെല്ലാം കൂടി എന്നെ കയ്യേറ്റം ചെയ്യായിരുന്നു, എന്നെ കൈപിടിച്ച് തിരിക്കുകയും അങ്ങനെ ഒരുപാട് പ്രശ്നം. പിന്നെ എന്നെ 1 മണിക്കൂറോളം പിന്നെ ഓഫീസ് ബന്ദിയാക്കുമായിരുന്നു. 1 മണിക്കൂർ കറക്റ്റ് 10:40 മുതൽ 11:40 വരെ 2 ഡോറും അവർ ക്ലോസ് ചെയ്ത് അവിടെ വെക്കുമായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു, പക്ഷേ പോലീസും ഒന്നും പറഞ്ഞിട്ടില്ല. മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ പഞ്ചായത്ത് നേരത്തെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും DYFIയുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രസിഡന്റിനെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ കക്കോപ്രവൻ പറഞ്ഞു. സമരക്കാർക്ക് കൂട്ടുനിൽക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസിന്റെ അനാസ്ഥയാണ് സമരക്കാർ പ്രസിഡന്റിന്റെ ക്യാബിനിൽ കയറി സമരം നടത്താൻ അവസരമൊരുക്കിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മാടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വനിതാ SC പ്രസിഡന്റാണ്, ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ അവരെ എന്തും ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് വന്നത്. പിന്നെ നമ്മളെയൊക്കെ പല രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് മാടായി പഞ്ചായത്തിലുണ്ടായത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അനാസ്ഥയാണ് ഉണ്ടായത്. അതിൻ്റെ വീഡിയോ അടക്കം നമ്മളെ കയ്യിലുണ്ട്. പോലീസ് ശരിക്കും മെമ്പർമാരെ കയർത്താണ് സംസാരിക്കുന്നത്. നമ്മളോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നു, നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു അനാസ്ഥയാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ ചേംബറിൽ കയറി കഴിഞ്ഞാൽ അവരെ പുറത്താക്കുന്നതിന് പകരം അവരെ ടേബിളിനടിക്കാനും അവരെ പ്രതിഷേധിക്കാനുള്ള അവസരം പോലീസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ എന്ന വൈലോപ്പിള്ളി കവിത ആസ്വദിച്ചും മാമ്പഴ വിഭവങ്ങൾ ആർത്തിയോടെ രുചിച്ചറിഞ്ഞും പഴയ മാമ്പഴ കാലത്തെ തിരിച്ചെത്തിച്ച് വലിയപറമ്പ് ഇടയിലക്കാടെ നവോദയ ഗ്രന്ഥാലയ പ്രവർത്തകർ. ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ വെളിച്ചം വായനാക്കളരി പദ്ധതിയുടെ ഭാഗമായാണ് മാമ്പഴമേള സംഘടിപ്പിച്ചത്. വിവിധ തരം മാമ്പഴങ്ങളുടെ പ്രദർശനത്തോടൊപ്പം പച്ചമാങ്ങ ഉപ്പും മുളകും ചേർത്തത്, പച്ചമാങ്ങയുടെയും പഴുത്തമാങ്ങയുടെയും ജ്യൂസുകൾ, മാങ്ങ ജെൽ, ജാം, സ്ക്വാഷ്, പെരക്ക്, ചമ്മന്തി, പച്ചടി, അച്ചാർ, ഉപ്പുമാങ്ങ, കടുമാങ്ങ തുടങ്ങിയ വിഭവങ്ങളാണ് മാമ്പഴമേളയിൽ ഉൾപ്പെടുത്തിയത്. വനിതാവേദിയുടെയും ബാലവേദിയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം സി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാവേദി കൺവീനർ കെ വി രമണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം എം ബാബു, ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി പി വേണുഗോപാലൻ, എം കെ ശ്രീലത, കെ വി സുമ, സി നീലിമ, സി ജലജ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പരിയാരം ഔഷധി ചന്തപ്പുര റോഡിൽ ഔഷധി ഭാഗത്തെ റോഡരികാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. പരിയാരം ഔഷധി ചന്തപ്പുര റോഡിൽ ഔഷധി ഭാഗത്തെ റോഡരികാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ മാലിന്യം തള്ളാറുണ്ട്. റോഡരിക് കാടുകൾ നിറഞ്ഞ സ്ഥലമായതിനാൽ കാടിനുള്ളിലേക്കാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളുടെയും മദ്യക്കുപ്പികളുടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും കേന്ദ്രമായി ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ചാക്കുകളിലും സഞ്ചികളിലുമായി നിരവധി മാലിന്യക്കെട്ടുകളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് മാലിന്യം തള്ളുന്നത് തടയുന്നതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ പ്രദേശം ശുചീകരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. രാത്രികാലങ്ങളിലും മറ്റും വാഹനങ്ങളിലെത്തി മാലിന്യക്കെട്ടുകൾ വലിച്ചെറിയാനാണ് സാധ്യത. അതിനാൽ ഈ ഭാഗങ്ങളിൽ CCTV ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ജനങ്ങൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിക്കുന്ന സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഒന്നാമതെത്തിയ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും അനുമോദനം. ഓണക്കുന്ന് സുപ്രിയ ക്ലബ്ബ് വായനശാല പ്രവർത്തകരാണ് വിദ്യാലയത്തിലെത്തി അനുമോദിച്ചത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെയും PTA കമ്മിറ്റിയെയും ഓണക്കുന്ന് സുപ്രിയ ക്ലബ്ബും ലൈബ്രറിയും അനുമോദിച്ചു. 115 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. 100-ൽ കൂടുതൽ പേർ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച സംസ്ഥാനത്തെ ഏക സർക്കാർ വിദ്യാലയം കൂടിയാണിത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം വെച്ച് സംസ്ഥാനത്ത് 5ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളും വിജയം നേടി. നമുക്കറിയാം, ഈ കരിവെള്ളൂർ സ്കൂളിൽ 1958 കരിവെള്ളൂർ ഒരു വാടക കെട്ടിൽ തുടങ്ങിയ സ്കൂൾ ഇന്ന് ആകെ കരിവെള്ളൂരിലെ ആകെ വികസിച്ച് ഈ തരത്തിൽ വളരെ മികച്ച ഭൗതികാന്തരീക്ഷത്തിൽ ഈ സ്കൂളിന് പ്രവർത്തിക്കുകയാണ്. കരിവെള്ളൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് കേരളത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും നാട്ടുകാർ എന്ന തരത്തിൽ വളരെ സപ്പോർട്ട് നമ്മളൊക്കെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. വിദ്യാലയത്തെ അനുമോദിക്കുന്ന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ലക്ഷ്മണൻ, സീനിയർ അസിസ്റ്റന്റ് രാകേഷ്, സ്റ്റാഫ് സെക്രട്ടറി സന്തോഷ്, PTA പ്രസിഡന്റ് K പ്രസാദ്, ക്ലബ്ബ് പ്രവർത്തകരായ K ബിജു, ഉണ്ണിക്കണ്ണൻ V, K സുധാകരൻ, PP ഗിരിജ, ദിനേശൻ PP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടിയിൽ നിന്നും മാട്ടൂലിലേക്കുള്ള വാടിക്കൽ കടവ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം. മഴ കൂടിയെത്തിയതോടുകൂടി റോഡ് ചെളിക്കുളമായി. റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. നൂറുകണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന പഴയങ്ങാടി വാടിക്കൽ കടവ് റോഡിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ആടിയുലഞ്ഞാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. ഓട്ടോറിക്ഷയും മറ്റു ചെറുവാഹനങ്ങളും ഇതുവഴി കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലായിരുന്നു റോഡ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് 1 വർഷത്തോളമായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏറെ ദുരിതം പേറിയാണ് വാഹനയാത്രക്കാർ ഇതുവഴി കടന്നു പോകുന്നത്. നേരത്തെ റോഡ് നിർമ്മാണത്തിനായി M വിജിൻ MLA ഇടപെട്ട് ബഡ്ജറ്റിൽ തുക അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിന് തുടർ നടപടി ഉണ്ടായിട്ടില്ല. എത്രയും വേഗം റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്.
കഴിഞ്ഞ ഭരണത്തിലും നമുക്കത് വേഗം ക്ലിയർ ചെയ്ത് തരാമെന്ന് MPG MLAയുടെ നേതൃത്വത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ അവരെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയാണ്. പക്ഷേ ബൈക്കിംഗ് സ്കൂട്ടിക്ക് വരെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ റോഡ്. സ്കൂൾ തുറന്നാൽ നിരവധി സ്കൂൾ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. അറ്റകുറ്റപ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും നിലയ്ക്കും. അധികൃതരുടെ അനാസ്ഥയുടെ ഉദാഹരണമായി മാറുകയാണ് പഴയങ്ങാടി വാടിക്കൽ കടവ് റോഡ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയായ അഗ്രിസ്റ്റാക്ക് പോർട്ടലിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും നിർബന്ധമായും പൂർത്തിയാക്കണമെന്ന് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ജയരാജൻ നായർ അറിയിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഈ മാസം 31-നകം രജിസ്ട്രേഷൻ നടപടികൾ 100% പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കർഷകരെയും ആധുനിക സാങ്കേതിക വിദ്യയെയും കാർഷിക സേവനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയായ അഗ്രിസ്റ്റാക്ക് പോർട്ടലിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. ചെറുതാഴം പഞ്ചായത്തിൽ ഈ മാസം 31-നകം രജിസ്ട്രേഷൻ നടപടികൾ 100% പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ചെറുതാഴം കൃഷിഭവനിൽ പ്രത്യേക കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. കർഷകർക്ക് സ്വന്തമായി പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അക്ഷയ സെന്ററുകൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർ ഫാർമർ രജിസ്ട്രി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ അടിയന്തരമായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി ചെറുതാഴം കൃഷിഭവനിൽ പ്രത്യേക കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 31 മുമ്പായി മുഴുവൻ കർഷകരെയും, ഈ പദ്ധതി ആനുകൂല്യം വാങ്ങുന്നതും അല്ലാത്തതുമായ മുഴുവൻ കർഷകരെയും ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് കൃഷിഭവനുള്ളത്. സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്കാണ് അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ യോഗ്യതയുള്ളത്. കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങളും കാർഷിക സേവനങ്ങളും വരും ദിവസങ്ങളിൽ ലഭ്യമാക്കണമെങ്കിൽ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ അത്യന്താപേക്ഷിതമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ടോത്ത് കോത്തായ്മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാത്മിക ലളിത കലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മോഹിനിയാട്ടം ശില്പശാല അഭിനവം 2ാം പതിപ്പിന് തുടക്കമായി. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി ഡോക്ടർ നീന പ്രസാദ് നയിക്കുന്ന ശില്പശാല പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കണ്ടോത്ത് കോത്തായ്മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാത്മിക ലളിതകലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മോഹിനിയാട്ടം ശില്പശാല അഭിനവം 2ാം പതിപ്പിന് തുടക്കമായി. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി ഡോക്ടർ നീന പ്രസാദാണ് ശില്പശാല നയിക്കുന്നത്. ശില്പശാലയിൽ കിനറ്റിക്സ് ഓഫ് ഗ്രേസ്, തില്ലാന ഇൻ മോഹിനിയാട്ടം എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നർത്തകിയെ കൊണ്ടുവന്ന് 2 ദിവസത്തെ ഒരു മോഹിനിയാട്ടത്തിൽ ഡെമോൺസ്ട്രേഷൻ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അത് വളരെ നല്ല നിലയിൽ കുറേ കുട്ടികൾ പഠിക്കണമെന്നുണ്ട്. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ആളുകളാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും നന്നായി ആ കാര്യങ്ങൾ പഠിക്കാനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോഹിനിയാട്ടത്തെ പ്രധാനപ്പെട്ട കാര്യവും തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള മികച്ചയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നമുക്ക് നടത്തേണ്ടതുണ്ട്. ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പാൾ ഡോക്ടർ കലാമണ്ഡലം ലത ഇടവലത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി. കലാക്ഷേത്ര ഡോക്ടർ വിദ്യാലക്ഷ്മി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കലാത്മിക ലളിതകലാഗ്രാമം ഡയറക്ടർ ഗ്രാൻഡ് മാസ്റ്റർ ലീജ ദിനൂപിന്റെ നേതൃത്വത്തിലാണ് ഈ ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. മെയ് 21-നും ശില്പശാല തുടരും. ശില്പശാലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9526403367 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മെയ് 20 ലോക തേനീച്ച ദിനം. തേനീച്ച വളർത്തലിന്റെ തുടക്കക്കാരനായ ആന്റൺ ജാനിയയുടെ ജന്മദിനമാണ് ലോക തേനീച്ച വളർത്തൽ ദിനമായി ആഘോഷിക്കുന്നത്. പരിസ്ഥിതി വ്യവസ്ഥയ്ക്ക് തേനീച്ചകളുടെയും മറ്റ് പരാഗകാരികളുടെയും പങ്ക് അംഗീകരിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. മെയ് 20-നാണ് ലോക തേനീച്ച ദിനം ആഘോഷിക്കുന്നത്. തേനീച്ച വളർത്തലിന്റെ തുടക്കക്കാരനായ ആന്റണി ജാനിയുടെ ജന്മദിനമാണ് ലോക തേനീച്ച വളർത്തൽ ദിനമായി ആഘോഷിക്കുന്നത്. പരിസ്ഥിതി വ്യവസ്ഥയ്ക്ക് തേനീച്ചകളുടെയും മറ്റ് പോളിനേറ്ററുകളുടെയും പങ്ക് അംഗീകരിക്കുക എന്നതാണ് അന്താരാഷ്ട്ര തേനീച്ച ദിനത്തിന്റെ ലക്ഷ്യം. നാം എല്ലാവരും തേനീച്ചകളുടെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു.
തേനീച്ചകളും മറ്റ് പരാഗണകാരികളായ ചിത്രശലഭങ്ങളും വവ്വാലുകളും ഹമ്മിംഗ് ബേഡുകളും മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ ഇന്ന് കൂടുതലായി ഭീഷണിയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനുള്ള ഒരു അടിസ്ഥാന പ്രക്രിയയാണ് പരാഗണം. ലോകത്തിലെ ഏതാണ്ട് 90% കാട്ടുപൂക്കളുള്ള സസ്യജാലങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ ജീവികളുടെ പരാഗണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിൽ അവ പ്രധാനമാണ്. പരാഗണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും സുസ്ഥിര വികസനത്തിലേക്കുള്ള അവരുടെ സംഭാവനകളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നതിന്റെ ലക്ഷ്യം. ആഗോള ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വികസ്വര രാജ്യങ്ങളിലെ പട്ടിണി ഇല്ലാതാക്കുന്നതിനും ഇത് ഗണ്യമായി സംഭാവന ചെയ്യുന്നു. തേനീച്ചകളെയും മറ്റ് പരാഗണക്കാരെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ശക്തിപ്പെടുത്തുക എന്നതുകൂടി ലക്ഷ്യമിടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി നേരത്തെ എത്തിയ മഴ. ഉൽപാദനം നിലച്ചതോടെ റബ്ബർ കർഷകർ ആശങ്കയിൽ. വില ഉയർന്നു നിൽക്കുമ്പോൾ നിലച്ചിരിക്കാതെ മഴയെത്തിയത് മഴമറ ഇടുന്നതിനും തടസ്സമായിരിക്കുകയാണ്. നേരത്തെ മഴയെത്തിയത് റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു. ചൂട് കൂടുതലായിരുന്നുവെങ്കിലും നല്ല വില ലഭിച്ചിരുന്നത് കാരണം പലരും ടാപ്പിംഗ് നിർത്തിയിരുന്നില്ല. പെട്ടെന്ന് മഴയെത്തിയത് കർഷകരെ തീർത്തും നിരാശയിലാഴ്ത്തി. സ്കൂളുകളും കോളേജുകളും തുറക്കാനിരിക്കെ ടാപ്പിംഗ് നിലച്ചത് റബ്ബർ കർഷകരുടെ സാമ്പത്തിക സ്ഥിതിയും തകരാറിലാക്കി. കൂടാതെ രാസവളങ്ങളുടെ വിലവർധനവും ടാപ്പിംഗ് അനുബന്ധ ഉപകരണങ്ങളുടെ വിലക്കയറ്റവും കൂടിയാകുമ്പോൾ കർഷകർക്ക് തലയിൽ ഇടുത്തി വീണ പ്രതീതിയാണുള്ളത്. ഡിഷ്, ആസിഡ് തുടങ്ങിയവയുടെയൊക്കെ വില വല്ലാതെ വർദ്ധിക്കുകയും ചെയ്തു. കൂടാതെ മഴക്കാലത്തെ ടാപ്പിങ്ങിനായി റബ്ബറിൽ റെയിൻകോട്ട് ഇടുന്നതിനും മഴ തടസ്സമായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തെരുവ് നായയുടെ കടിയേറ്റ് ചെറുവത്തൂരിൽ 4 പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ഭീതി വിതച്ച നായ വഴിയാത്രക്കാരെയും നാട്ടുകാരെയും ആക്രമിക്കുകയായിരുന്നു. കുഞ്ഞിമംഗലം സ്വദേശി ബാബു, ചെമ്പർകാനം സ്വദേശി വാസന്തി, ചെറുവത്തൂരിലെ കെ ഉഷ, വേലായുധൻ എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പരിക്കേറ്റവരെ ആദ്യം ചെറുവത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് ഭീതി വിതച്ച തെരുവുനായ വഴിയാത്രക്കാരെയും നാട്ടുകാരെയും ആക്രമിക്കുകയായിരുന്നു. പേളകിയ നായയാണോ കടിച്ചത് എന്ന സംശയം നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അധികൃതർ ഇത് അന്വേഷിച്ചു വരികയാണ്. ചെറുവത്തൂരിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും മനുഷ്യരെ അടക്കം ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്നും വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ റോഡുകളെല്ലാം യാത്രക്കാർക്ക് മരണക്കെണിയാകുന്നു. മഴ പെയ്താൽ ചളി, വെയിലായാൽ പൊടി എന്ന അവസ്ഥയിലാണ് നിലവിൽ ഭൂരിഭാഗം റോഡുകളും. പൈപ്പിട്ട ശേഷം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മണ്ണ് വെറുതെ മൂടിയിട്ട് പോകുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കുഴിയെടുത്ത് മൂടിയ മണ്ണ് പൂർണ്ണമായും ഒലിച്ച് റോഡിലേക്ക് പടർന്നതോടെ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന രീതിയിൽ ചെളിക്കുളങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് വലിയ വിള്ളലുകളും അഗാധമായ കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് റോഡുകളുടെ വശങ്ങൾ ഇടിഞ്ഞു താഴാനും റോഡ് പൂർണ്ണമായി തകരാനും കാരണമാകുന്നു. ഈ വഴി കടന്നുപോകുന്ന കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്ക് റോഡരികിലെ ചെളിമണ്ണിലേക്ക് മാറി നിൽക്കേണ്ടി വരുന്നു. ഇത് പലപ്പോഴും വഴുതി വീണ് അപകടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്നുണ്ട്. ചെറിയ കുഴികളിൽ പോലും ഇരുചക്രവാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇടുങ്ങിയ റോഡുകളിൽ 2 വലിയ വാഹനങ്ങൾ എതിർദിശയിൽ വരുമ്പോൾ സൈഡ് കൊടുക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ്. ഒരു വാഹനം മാറ്റിക്കൊടുക്കുമ്പോൾ പൈപ്പിടാൻ കുഴിയെടുത്ത ഭാഗത്തെ ഇളകിയ മണ്ണിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഇത് വീണ്ടും വലിയ കുഴികൾ രൂപപ്പെടാനും വാഹനങ്ങൾ മണ്ണിൽ താഴാനും കാരണമാകുന്നു. കുടിവെള്ള പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നത് അനിവാര്യമാണെങ്കിലും പൊതുജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന രീതിയിൽ റോഡുകൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പൈപ്പിടൽ കഴിഞ്ഞാലുടൻ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനും ടാറിംഗ് നടത്താനും ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൂലി വർധനവ് ആവശ്യപ്പെട്ട് പയ്യന്നൂരിലെ ചുമട്ട് തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നിലവിലുള്ള കൂലി പുതുക്കി നിശ്ചയിക്കുക എന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചായിരുന്നു തൊഴിലാളികൾ തെരുവിലിറങ്ങിയത്.
ചുമട്ടുതൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നിലവിലുള്ള കൂലി പുതുക്കി നിശ്ചയിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു തൊഴിലാളികൾ തെരുവിലിറങ്ങിയത്. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം മെയ് 23 മുതൽ മേഖലയിലെ ചുമട്ടുതൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. പൊതുയോഗത്തിൽ PV കുഞ്ഞപ്പൻ, K മോഹനൻ, KV മോഹനൻ, NV വിജയൻ, K ശൈലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അങ്കണവാടി ജീവനക്കാരുടെ ഓണറ്റേറിയം വർദ്ധിപ്പിച്ച UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ പയ്യന്നൂർ പ്രൊജക്ടിലെ അംഗങ്ങൾ യോഗം ചേർന്നു. മുൻ ജില്ലാ പ്രസിഡന്റ് പ്രമിള ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ പയ്യന്നൂർ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ പ്രൊജക്ട് ഓഫീസിനു മുന്നിൽ യോഗം ചേർന്നു. മുൻ ജില്ലാ പ്രസിഡന്റ് പ്രമീള ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി O വിമല, C പൂമണി, ജയശ്രീ ടീച്ചർ, സ്മിത KC തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് അങ്കണവാടി ജീവനക്കാരും ആശാ വർക്കർമാരും പ്രകടനം നടത്തി. തൃക്കരിപ്പൂർ ടൗണിലാണ് ജീവനക്കാരുടെ ആഹ്ലാദ പ്രകടനം നടന്നത്. അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം തന്നെ അങ്കണവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദവുമായാണ് അങ്കണവാടി ജീവനക്കാരും ആശാവർക്കർമാരും പ്രകടനം നടത്തിയത്. അങ്കണവാടി എംപ്ലോയീസ് കോൺഗ്രസ് INTUC പ്രസിഡന്റ് C നൂറൈനി, ജനറൽ സെക്രട്ടറി അജിത കരികടവ്, K ഓമന, C ശ്രീജ, E അജിത, P അജിത, BP ഉഷ, M സഫിയ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന തവിടശ്ശേരി നോർത്തിലെ അദ്വിക് റിധാൻ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് മാതമംഗലം സ്കൂളിലെ 95-96 വർഷത്തെ SSLC കൂട്ടായ്മ ഓൾഡ് ഈസ് ഗോൾഡ് തുക നൽകി. കൂട്ടായ്മ പ്രവർത്തകർ സ്വരൂപിച്ച തുകയാണ് ചികിത്സാ കമ്മിറ്റിക്ക് നൽകിയത്. തവിടശ്ശേരി നോർത്തിലെ അദ്വിക് റിധാൻ എന്ന കുട്ടി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്. അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് 50 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചികിത്സാ സഹായ ഫണ്ടിലേക്ക് മാതമംഗലം സ്കൂളിലെ 1995-96 വർഷത്തെ SSLC കൂട്ടായ്മ ഓൾഡ് ഈസ് ഗോൾഡ് തുക നൽകി. കൂട്ടായ്മ പ്രവർത്തകർ സ്വരൂപിച്ച തുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകിയത്. കൺവീനർ K കമലാഷിന് കൂട്ടായ്മ ഭാരവാഹികൾ തുക കൈമാറി. ബാലൻ മാസ്റ്റർ, K നൌഷാദ്, M സത്യൻ, P ദിബീഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. 1995-96 SSLC ബാച്ചിലേക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അറിവിന്റെയും ചിന്തകളുടെയും വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് പയ്യന്നൂരിൽ 3ാമത് ശ്രുതം പ്രഭാഷണ പരമ്പരയ്ക്ക് വേദിയൊരുങ്ങുന്നു. പോത്താങ്കണ്ടം പെരിങ്ങോം ആനന്ദഭവനത്തിന്റെ സംഘാടകത്വത്തിൽ മെയ് 23 മുതൽ മെയ് 31 വരെ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നത്. മെയ് 23 വൈകിട്ട് നടക്കുന്ന പ്രാരംഭ സമ്മേളനത്തിൽ യതീഷ് ചന്ദ്ര IPS, CK പത്മനാഭൻ, ഡോക്ടർ VC രവീന്ദ്രൻ, KB അൻസാർ, PP മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുക്കും. വിവിധ ദിവസങ്ങളിലായി കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ഔദ്യോഗിക രംഗത്തെ പ്രമുഖരായ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള, അലക്സാണ്ടർ ജേക്കബ് IPS, M സ്വരാജ്, VK സുരേഷ് ബാബു, SM വിജയാനന്ദ്, സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, ആലങ്കോട് ലീലാകൃഷ്ണൻ, ഗോപിനാഥ് മുതുകാട്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, S ശ്രീജിത്ത് IPS എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിക്കും. മെയ് 31 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, CM വിനയചന്ദ്രൻ, C സത്യപാലൻ, VK രവീന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹം വാർത്തെടുക്കാനും ലക്ഷ്യമിട്ടാണ് 9 ദിവസത്തെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നത്.
പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TM ജയകൃഷ്ണൻ, A രഞ്ജിത് കുമാർ, ഡോക്ടർ MK സുരേഷ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.